ഹലോ, ഇന്ന് നമുക്ക് മത്തി കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുരുമുളക് കറി ഉണ്ടാക്കിയാലോ. ഇത് ചോറിൻ്റെ കൂടെയൊക്കെ പൊളി ടേസ്റ്റാണ്, അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നിങ്ങൾ ഇതുവരെ ഇത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യട്ടാ. അപ്പോൾ ഇതാ അടുപ്പത്തൊരു ചട്ടി ചൂടാക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടാകുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ പൊട്ടിച്ചെടുക്കുക കേട്ടോ. ഉലുവ നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്കിതിലേക്കൊരു 10-12 ചെറിയ ഉള്ളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുക. ചെറിയ ഉള്ളി തന്നെ വേണം കേട്ടോ, നല്ല കറക്റ്റ് ടേസ്റ്റ് കിട്ടും. അതും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കൂടെ തന്നെ നമുക്കൊരു 2 പച്ചമുളക് കീറിയിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ പച്ചമുളകിൻ്റെ അളവ് കൂടാനൊന്നും പാടില്ല, 2-3 അത്രയേ വേണ്ടൂ. കാരണം നമ്മൾ കുരുമുളക് ഇടുന്നുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ അത്യാവശ്യം സ്പൈസിയാണ്. അങ്ങനെ എല്ലാം നല്ല പോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ വറുത്ത മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങളെ കയ്യിൽ വറുക്കാത്ത ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുക, എന്നിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ 2 ടേബിൾ സ്പൂൺ വറുത്ത മല്ലിപ്പൊടിയും അതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് രണ്ടും ഈക്വലായിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിതിലോട്ട് 1/4 ടീസ്പൂണിൻ്റെ പകുതി മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അതും കൂടി കൂട്ടിയിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് തക്കാളി ആവശ്യമുണ്ട്. ഞാനിപ്പോൾ കുഞ്ഞിമത്തി വെച്ചിട്ടാണ് ഈ ഒരു കറി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 10-16 കുഞ്ഞിമത്തി ഞാൻ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു വലിയ തക്കാളി നീളത്തിൽ അരിഞ്ഞിട്ടാണ് ചേർക്കുന്നത് കേട്ടോ. നിങ്ങൾ എടുക്കുന്ന മീനിനനുസരിച്ചിട്ട് നമ്മളെ ഇതിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി കൂട്ടുക കേട്ടോ. അപ്പോൾ ഇതാ ഒരു തക്കാളി നീളത്തിൽ അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് വെള്ളം കൂടി വെച്ച് കൊടുക്കുക, സാധാരണ പച്ചവെള്ളം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 5-6 മിനിറ്റ് ഒന്ന് മൂടി വെക്കുക. ആ തക്കാളിയൊക്കെ ഒന്ന് ഉടയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇതാ 5-6 മിനിറ്റിന് ശേഷം ഇതാ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ വെള്ളം ഒഴിച്ചുകൊണ്ട് തന്നെ നന്നായിട്ട് പൊതിർന്ന് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സ്മാഷ് ചെയ്യുമ്പോഴത്തേക്ക് എല്ലാം നന്നായിട്ട് ഉടഞ്ഞ് കിട്ടും. ഇനി നമുക്കിത് തുറന്ന് വെച്ചിട്ട് എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് പുളിവെള്ളം ചേർക്കാനുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള ചെറിയ പുളി എടുത്തിട്ടുണ്ട്. വളംപുളിയാണ് എടുത്തിട്ടുള്ളത്. അത് ഞാനൊരു 1/4 കപ്പ് വെള്ളത്തിലൊന്ന് പിഴിഞ്ഞിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ പുളിയൊക്കെ നിങ്ങൾ എടുക്കുന്ന അളവിനനുസരിച്ചിട്ട് കൂട്ടോ കുറക്കൊക്കെ ചെയ്യാം. അങ്ങനെ ഇതാ പുളിവെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളവരട്ടെ കേട്ടോ. അപ്പോൾ ഇതാ ഇത് ചെറുതായിട്ട് തിളയൊക്കെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കുഞ്ഞിമത്തി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് മീൻ വെച്ചിട്ടും ഇത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ കുഞ്ഞിമത്തി ഉള്ളതുകൊണ്ട് അത് വെച്ചിട്ട് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാ ഒരു 10-16 കുഞ്ഞിമത്തി എടുത്തിട്ടുണ്ട്. അത് നമുക്കിതാ ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് തിളപ്പിച്ചെടുക്കാം കേട്ടോ, ഹൈ ഫ്ലെയിമിൽ തന്നെ. അങ്ങനെ ഇതാ 3-4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് വെക്കാൻ നല്ലൊരു മണമാണ് കേട്ടോ ഈ ഒരു സമയത്ത് വരാൻ. ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ടിട്ടുള്ളത്. കുഞ്ഞിമത്തിയാണ്ട് തന്നെ പെട്ടെന്ന് വെന്തും കിട്ടും. എന്നിട്ട് ഇതാ തുറന്ന് വെച്ചിട്ട് ഒരു 2 മിനിറ്റും കൂടി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രേ പണിയുള്ളൂ. വളരെ ഈസി ആയിട്ടും സിമ്പിളായിട്ടും ഈ ഒരു മത്തി കുരുമുളക് കറി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് നല്ല ചാറോട് കൂടിയിട്ടാണ് വേണമെങ്കിൽ ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അല്ലാണ്ട് കുറുകിയ ചാറോട് കൂടി നല്ല കട്ടിയായിട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി തിളപ്പിച്ചെടുക്കാം.
അപ്പോൾ ഫ്രണ്ട്സ് നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഈ ഒരു കറിയും കൂടി കഴിക്കുമ്പോണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണ്. ഇത് മസ്റ്റ് ട്രൈ എന്ന് തന്നെ പറയാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും വീട്ടിൽ ട്രൈ ചെയ്യാൻ എങ്ങനെയുണ്ടെന്ന് പറയാട്ടോ. അപ്പോൾ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.